പിന്നീട് ആണ് VS ഇതേ തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്, നിങ്ങൾ ആൾക്കൂട്ടമായി മാറുന്നുവെങ്കിൽ, നിങ്ങൾ സംഘടിച്ചു നിൽക്കുന്നുവെങ്കിൽ അനീതിക്കെതിരെ പോരാടാൻ നിങ്ങൾക്ക് സാധിക്കും, അനീതിയെ ചോദ്യം ചെയ്യാൻ സാധിക്കും, മുതലാളിത്തത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്ന് ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് VS അച്യുതാനന്ദൻ ബോധ്യപ്പെടുത്തിയത് എങ്കിൽ ഇപ്പോഴും ഇതാ ആ ആൾക്കൂട്ടത്തെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. VS ഒരുമിച്ച് നിർത്തിയ ആൾക്കൂട്ടം കാലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആലപ്പുഴയുടെ ഇതേ മണ്ണിൽ തന്നെയാണ്, ഇത്രമേൽ വികസിക്കാത്ത ഒരു മണ്ണിൽ ആണ് VS അച്യുതാനന്ദൻ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിച്ചെടുത്തത് എങ്കിൽ ഇന്ന് VS വിട പറയുമ്പോൾ അതേ VSനെ യാത്രയാക്കുന്നതും അതേ ആൾക്കൂട്ടങ്ങൾ തന്നെയാണ് എന്നതാണ് VS എന്ന ആ രണ്ടക്ഷരത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിലെ VS അച്യുതാനന്ദൻ്റെ വസതിയിൽ നിന്ന്. ആലപ്പുഴയിലെ VSൻ്റെ വസതി എന്നത് ചരിത്രമേറെ പറയാനുള്ള ഒന്നാണല്ലോ ശരണ്യ. അതിൽ പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്, പീഡനങ്ങളുടെ ചരിത്രമുണ്ട്, ഒളിച്ചിരുന്നതിൻ്റെ ചരിത്രമുണ്ട്. അങ്ങനെ എന്തെല്ലാം കഥകളാണ് ആ വീടിന് പറയാനുള്ളത്. അവിടേക്ക് VS അച്യുതാനന്ദൻ മടങ്ങിയെത്തുകയാണ്. അവിടെ ഇപ്പോഴും ആ അന്തരീക്ഷത്തിൽ VS എന്ന കൊച്ചുകുട്ടി മുതൽ VS എന്ന കരുത്തനായ പോരാളി വരെ, പകരം വയ്ക്കാനില്ലാത്ത നേതാവിലേക്കുള്ള വളർച്ച വരെ സാക്ഷ്യം വഹിച്ച ആ മണ്ണിൽ, ആ വീട്ടിലേക്ക് VS എത്തുമ്പോൾ എന്താണ് അവിടുത്തെ വികാരം ശരണ്യ? അഭിലാഷ്, തീർച്ചയായും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു വീടാണ് വേലിക്കകത്ത് വീട്. VS പുന്നപ്രയിൽ ആദ്യം താമസിച്ചിരുന്ന വീട് ഇതല്ല. ഇത് വെന്തലത്തറ എന്ന് പറഞ്ഞ VSന്റെ കുടുംബ വീട് മറ്റൊരിടത്താണ്. അവിടെ സഹോദരിയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വസുമതിയുമായുള്ള വിവാഹശേഷമാണ് അദ്ദേഹം ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു വീട് കൂടിയാണ് വെന്തലത്തറയും വേലിക്കവും അടക്കമുള്ള രണ്ട് വീടുകളും എന്ന് തന്നെ നമുക്ക് പറയാനാകും. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് VS അച്യുതാനന്ദൻ നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അത്രമേൽ സംഭാവന നൽകിയ മറ്റൊരു നേതാവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന്റെ ഒരു രൂപീകരണം ഉൾപ്പെടെയുള്ള VSന്റെ ഇടപെടലുകൾ വളരെ വലുതായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച കാര്യം അതുതന്നെയാണ്. അതായത് ആദ്യമായി കർഷക തൊഴിലാളികളോട് നിങ്ങൾ പ്രതിഷേധിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആളാണ് VS അച്യുതാനന്ദൻ. അന്ന് നേരത്തെ VSന് പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളോട് അത്തരത്തിലൊരു അടുപ്പം തോന്നാൻ കാരണം തന്നെ VSന്റെ ആദ്യ വീട് പാടശേഖരത്തോട് ചേർന്ന് അടുത്തായിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും പോയിട്ട് വരുന്ന കർഷക തൊഴിലാളികളായ സ്ത്രീകൾ, പ്രത്യേകിച്ച് അന്ന് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലികനും ആയിരുന്ന സുഹൃത്തുമായിരുന്ന അസംബ്ലി പ്രഭാകരൻ്റെ അമ്മ കാളിക്കുട്ടിയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. അവർ നൽകിയിട്ടുള്ള ഈ പാടശേഖരത്ത് നിന്ന് തിരികെ പണിക്ക് ശേഷം വന്ന് പോകുന്ന വഴിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുമായുള്ള ഇടപെടലുകൾ, അവരിൽ നിന്നുമാണ് ആദ്യമായി കർഷക തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് VS അച്യുതാനന്ദൻ എന്ന ചെറിയ കുട്ടി അറിയുന്നത്. പിന്നീട് അദ്ദേഹം തയ്യൽ ജോലികളുമായി പുന്നപ്രയിൽ തന്നെ ഉണ്ടായിരുന്ന സഹോദരൻ ഗംഗാധരൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ അന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിരുന്ന ഒരു ഇടമായിരുന്നു. അതായത് നിവർത്തന പ്രക്ഷോഭം അടക്കം നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അത്തരത്തിൽ ഒരു മൂവ്മെൻറ്റ്, അതായത് ദിവാൻ ഭരണത്തിനെതിരെയുള്ള ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായ ചർച്ചകൾ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. ആ ചർച്ചകളൊക്കെയാണ് VS അച്യുതാനന്ദൻ ഇത്രമേൽ ഒരു കൊടിയ യാതന കാർഷിക മേഖലയിൽ ജന്മി കുടിയാൻ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത്. പിന്നീട് P. കൃഷ്ണപിള്ള അദ്ദേഹത്തെ ആസ്പിൻ കമ്പനിയിൽ നിന്നും കുട്ടനാട്ടിലേക്ക് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി 5 പേരടങ്ങുന്ന സംഘത്തെയാണ്, VS അച്യുതാനന്ദൻ അടക്കമുള്ള 5 പേരടങ്ങുന്ന സംഘത്തെയാണ് 5 രൂപ നൽകി അയക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 5 പേരിൽ ഭൂരിഭാഗം പേരും ഒടുവിൽ കൊടിയ യാതനകളും പട്ടിണിയും മൂലം മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ VS അവിടെ പിടിച്ചു നിന്നു. അന്ന് VS കർഷക തൊഴിലാളികളോട് പറഞ്ഞത്, നമുക്കറിയാം അന്നും കള്ളനാഴിയിൽ അളവിലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതായത് പകലന്തിയോളം കൂലി വേലയെടുത്താൽ കിട്ടുന്നത് അരിയാണ് കിട്ടുന്നത്. അന്ന് ഈ അളവ് നാഴി ഉപയോഗിച്ചുകൊണ്ട് ഈ കർഷക തൊഴിലാളികളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ആദ്യം പറഞ്ഞതുപോലെ വളരെ എളുപ്പമൊന്നുമല്ലായിരുന്നു കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് VSന് ഇറങ്ങിച്ചെല്ലാൻ. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. പിന്നീട് ചെറുകാലിക്കായൽ വരമ്പത്തുള്ള ജോസഫ് എന്ന ഒരു കർഷക തൊഴിലാളിയുമായാണ് ആദ്യം അടുപ്പം സ്ഥാപിക്കുന്നത്. അവരുടെ വീടിൻ്റെ മുന്നിൽ വിരിച്ചു നൽകിയ, പാടവരമ്പത്ത് വിരിച്ചു നൽകിയ പായൽ കിടന്നുറങ്ങിയാണ് VS ആ കുടുംബവുമായി വിശ്വാസം, അവരിൽ കർഷക തൊഴിലാളികൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് മുഴുവൻ ആളുകളുമായി അത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കാനായി
ആദ്യം ആ ആളിൽ നിന്ന് തുടങ്ങുന്ന ബന്ധം പിന്നീട് പതുക്കെ പതുക്കെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. അന്ന് അവർക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നായിരുന്നു. അങ്ങനെയല്ല എന്നുള്ള ഒരു വിശ്വാസം ആദ്യം ജോസഫിലൂടെയാണ് പിന്നീട് മൊത്തത്തിലൊരു കാർഷിക മേഖലയിലേക്ക് VS-ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് VS കർഷക തൊഴിലാളികളായ സ്ത്രീകളോട് പറഞ്ഞത് പണിയെടുത്തു കഴിഞ്ഞാൽ അളവായി അല്ലെങ്കിൽ കൂലിയായി വാങ്ങുന്ന നെല്ല് വാങ്ങേണ്ടതില്ല, മറിച്ച് ആ നെല്ല് വാങ്ങാതെ അവിടെ നിന്ന് 2 മുദ്രാവാക്യം വിളിച്ച് കള്ള അളവുനാഴി പിൻവലിക്കുക അടക്കമുള്ള മുദ്രാവാക്യം വിളിച്ച് മടങ്ങണം എന്നുള്ള നിർദ്ദേശമായിരുന്നത്. പതുക്കെ പതുക്കെ കർഷക തൊഴിലാളികൾ അത് മനസ്സിലാക്കി തുടങ്ങി. തങ്ങൾ അത്തരത്തിൽ പ്രതികരിക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത കർഷക തൊഴിലാളികൾക്കിടയിൽ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങിയ ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളിലൊന്നായ കർഷക തൊഴിലാളി യൂണിയൻ്റെയും പണ്ടത്തെ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ്റെയും ഒക്കെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള കുട്ടനാട്ടിലടക്കമുള്ള മേഖലകളിൽ ഒരു വലിയ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് VS അച്യുതാനന്ദൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രി P. പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തോട്ടപ്പള്ളി കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ തോട്ടപ്പള്ളിയിലേക്ക് എത്തുന്നു. ഹരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഹരിപ്പാട് വലിയ സ്വീകരണമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വലിയ ആദരവ് ഏറ്റുവാങ്ങി കേരളം കൊണ്ടിട്ടുള്ള ഏറ്റവും ക്രൗഡ്ഫുള്ളറായ നേതാവ് ഇപ്പോഴും അത് തൻ്റെ അവസാന യാത്രയിലും അത് കാണിച്ചുകൊണ്ട് അത് തെളിയിച്ചുകൊണ്ട് വലിയ ജനാരവത്തിനിടയിൽ കൂടിയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായിരുന്ന നേതാവ് എന്ന് തന്നെ VS-നെ പറയാം. ഒരുപക്ഷെ കേരളത്തിലെ എന്നല്ല രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ കാത്തു നിന്നിട്ടുള്ളത് ഒരുപക്ഷെ ഈ നേതാവിനെ തന്നെ ആയിരിക്കാം. ഒരു തെരഞ്ഞെടുപ്പിൽ VS-നെ മത്സരിപ്പിച്ചേക്കില്ല എന്ന വിവരം പുറത്തു വന്നപ്പോൾ ഇതുപോലെ VS-ന് വേണ്ടി തെരുവിലിറങ്ങിയിരുന്ന നിരവധിയായ ആളുകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ VS-ന് ലഭിച്ചിരുന്ന സ്വീകാര്യത. VS-നെ മത്സരിപ്പിക്കണം. പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനം വരുന്നതിന് മുമ്പ് പാർട്ടിക്കകത്ത് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തവണ VS-നെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന മട്ടിലുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ VS-ന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ ആണ് VS-നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. അത് സംഘടനാ തലത്തിൽ ഇടപെടാൻ സ്വാധീനമില്ലാത്ത ഒരു ജനതയായിരുന്നു അന്ന് VS-ന് വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. അതേ VS-ന് വേണ്ടി ഇപ്പോഴും അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ VS-ന്റെ കഥകൾ പറയാനുള്ള VS എന്ന സമര പോരാളിയുടെ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം എത്തിക്കും. ശരണ്യ സ്നേഹജനാണ് വസതിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതാ VS-ന്റെ വിലാപയാത്ര കടന്നു വരുമ്പോൾ പാതയോരങ്ങളിൽ മുഴുവൻ ഉയർന്നു കേൾക്കാം VS-ന് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികൾ.